കനത്ത തിരിച്ചടിയേറ്റിട്ടും കൈവിട്ട കളി തുടർന്ന് പാകിസ്ഥാൻ. ഇന്ത്യൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമം ഇന്ത്യൻ സേന തകർത്തു. ഉറിയിൽ പാക് ഷെല്ലാക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. കുപ്വാരയിൽ വീണ്ടും വെടിവെപ്പുണ്ടായി. അതിർത്തി ഗ്രാമങ്ങളിൽ പലയിടത്തും ഇന്ത്യ തകർത്ത മിസൈൽ അവശിഷ്ടങ്ങൾ കിടപ്പാണ്. പാക് ആക്രമണ സാധ്യത കണക്കിലെടുത്ത് അതീവ ജാഗ്രതയിലാണ് അതിർത്തി സംസ്ഥാനങ്ങൾ. വമ്പൻ തിരിച്ചടികൾ കിട്ടിയിട്ടും പാകിസ്ഥാൻ പഠിക്കുന്നില്ല. ഒരു F-16, 2 J-17 ഉൾപ്പെടെ അതിർത്തി കടക്കാൻ ശ്രമിച്ച പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ തരിപ്പണമാക്കി. രാത്രിയിലുടനീളം പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിനെതിരെ ശക്തമായി ഇന്ത്യ പ്രതിരോധിച്ചു. ദീർഘദൂര മിസൈൽ സംവിധാനമായ S-400 അടക്കം ഉപയോഗിച്ചാണ് ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചത്. ജമ്മുവിൽ പുലർച്ചെ 4:15 വരെ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണ ശ്രമമുണ്ടായി. ഉറിയിലും കുപ്വാരയിലും പാക് പ്രകോപനം. ഉറിയിൽ ഷെല്ലാക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. നിരവധി വാഹനങ്ങൾക്കും വീടുകൾക്കും കേടുപാടുണ്ടായി. പാക് പ്രകോപനത്തെ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് അതിർത്തി സംസ്ഥാനങ്ങൾ. പാകിസ്ഥാൻ ആക്രമിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജമ്മുവിലും ചണ്ഡീഗഡിലും സൈറണുകൾ മുഴങ്ങി. സാംബയിലെ ജയ്ഷെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമവും BSF തകർത്തു. 7 ഭീകരരെ വധിച്ചു. ഉദംപൂർ, സാംബ, ജമ്മു, അക്നൂർ, നഗ്രോട്ട, പത്താൻകോട്ട് പ്രദേശങ്ങളിൽ പാകിസ്ഥാന്റെ ഡ്രോണുകൾ നിർവീര്യമാക്കി ഇന്ത്യൻ സേന. പഞ്ചാബ് ഹോഷിയാർപൂരിലെ കൃഷിയിടത്തിൽ പൊട്ടാത്ത ദീർഘദൂര മിസൈലുകൾ കണ്ടെത്തി. ചൈനീസ് നിർമ്മിത പാക് മിസൈലുകളാണ് കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് 24.